പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കുമൊക്കെ പലപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് കൂടി ഒരു ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹോം വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 1435 പേരാണ് ഹോം വോട്ടിംഗിൽ ആദ്യ ദിവസം തന്നെ വോട്ട് രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഇത്തരം ആളുകളുടെയൊക്കെ വീടുകളിലെത്തിയാണ് ഈ വോട്ട് രേഖപ്പെടുത്തുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. ഹോം വോട്ടിങ്ങിന് അപേക്ഷ നൽകിയ 15,404 പേരാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. നേരത്തെ ആബ്സെന്റി വോട്ടർ വിഭാഗക്കാർക്കുള്ള ഫോറത്തിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയവർക്കാണ് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാവുക. വോട്ടർ പട്ടികയിൽ 85 വയസ്സ് പൂർത്തിയായവർക്കും ഭിന്നശേഷിക്കാരായി രേഖപ്പെടുത്തിയവർക്കുമാണ് വീട്ടിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്താനാവുക. ജില്ലയിൽ ഈ രീതിയിൽ അപേക്ഷ നൽകിയ 4,873 ഭിന്നശേഷിക്കാരും 85-ന് മുകളിൽ പ്രായമുള്ള 10,531 പേരുമാണുള്ളത്. ഇവരുടെ വീടുകളിൽ 4 ദിവസങ്ങളിലായി പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പ്രത്യേക വാഹനങ്ങളിലായി എത്തിച്ചേരും. ഓരോ വീട്ടിലും ഉദ്യോഗസ്ഥ സംഘം എത്തുന്ന സമയം BLO മുഖേന വോട്ടറെ നേരത്തെ അറിയിക്കും. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 10 മുതൽ 12 വരെയുള്ള ഉദ്യോഗസ്ഥ സംഘങ്ങളെയാണ് ഹോം വോട്ടിങ്ങിനായി നിയോഗിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ, വീഡിയോഗ്രാഫർ, BLO എന്നിവരടങ്ങുന്നതാണ് ഉദ്യോഗസ്ഥ സംഘം. സ്ഥാനാർത്ഥികൾക്ക് നിയമാനുസൃതം തങ്ങളുടെ പ്രതിനിധിയെ ഹോം വോട്ടിംഗ് വേളയിലേക്ക് നിയോഗിക്കാം. മുൻകൂട്ടി അറിയിച്ച് വീടുകളിലെത്തുന്ന സംഘം വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വോട്ട് രേഖപ്പെടുത്തി വാങ്ങിയ ശേഷം പോസ്റ്റൽ ബാലറ്റുകൾ പ്രത്യേക കവറുകളിൽ സീൽ ചെയ്ത മെറ്റൽ ബോക്സുകളിലാക്കി മണ്ഡലത്തിലെ ഉപവരണാധികാരികൾ മുഖേന GPS സംവിധാനത്തോടെയുള്ള വാഹനങ്ങളിൽ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ഹോം വോട്ടിംഗ് പൂർണ്ണമായി അവസാനിച്ച ശേഷം അവ ബന്ധപ്പെട്ട ലോക്സഭാ മണ്ഡലം വരണാധികാരിക്ക് കൈമാറും. ജനം, കോഴിക്കോട്.